ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂട്ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റെടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ദ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ദ നൈറ്റ് ഓഫ് കപ്സ്, അതായത് ഒരു വെയിറ്റിംഗ് സൈനാണ്. വീണ്ടും ഒരു പുതിയൊരു തുടക്കം ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴത്തെ എനർജി പ്രകാരം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പം പലരും ഒരു കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലും നിങ്ങളുടെ മൈൻഡിലും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതൊന്നും വലിയ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കൺഫ്യൂഷനുള്ള രീതിയിൽ, അതായത് ഒട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടേച്ച് പോകാനും ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു നിങ്ങളിലേക്ക് വരാനും പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള എനർജിയിൽ നിന്നും ഈ ഒരു വ്യക്തി ഒരുപാട് നാളായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയാണുള്ളത്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണുള്ളത് എന്നൊക്കെ അറിയാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സ്റ്റോക്കിംഗ് എനർജിയാണ് കുറച്ച് ആൾക്കാരുടെ എനർജി പ്രകാരം ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 4 ഓഫ് വൺസും അതുപോലെ തന്നെ 5 ഓഫ് കപ്സ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഹോപ്പ് ഉണ്ടാവില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞ ഒരു വ്യക്തിയാകാം നിങ്ങളുടെ പേഴ്സൺ. അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പം പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സൻ്റെ മൈൻഡിലാണ് ഇപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ ഒരു ചേഞ്ചസ് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്ക് ആ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അഗെയിൻ ദ നൈറ്റ് ഓഫ് കപ്സ്, ദ 5 ഓഫ് സോഡ്, ഓക്കെ, ദ 3 ഓഫ് സോഡ്. അത് ഞാനിപ്പോൾ വീണ്ടും പറഞ്ഞു, ഒരു കാര്യം ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ. അതായത് എല്ലാം ഒന്നും തുറന്ന് പറയാതെ, കുറച്ച് മാത്രം അവിടെ ഇവിടെ ടച്ച് ചെയ്യാതെ അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കാരണം എല്ലാം ഓപ്പൺ അപ്പ് ആവുന്നതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ തന്നെ നിന്നോട്ടെ എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ നോ കോൺടാക്റ്റ് ഒക്കെ ഇല്ലാത്ത പേഴ്സണൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ചും കൂടി നല്ല രീതിയിൽ റെസണേറ്റ് ചെയ്യും. കാരണം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഹേർട്ട് ബ്രേക്കാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ വിലയറിഞ്ഞ് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. വീണ്ടും ദ കപ്പ് ഓഫ് ലവ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് സ്ലോ എനർജി കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ തന്നെ വരണം എന്നുള്ള രീതിയിലുള്ള ഡിസിഷനൊക്കെ വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം ആദ്യം തന്നെ പറയാം, ആ ഒരു മിസ്സിങ് ആണ്. ഓപ്പോസിറ്റുള്ള ആ ഒരു വ്യക്തി, ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ആ ഒരു വ്യക്തിക്കുള്ള പരിഗണന ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയായിട്ട് തന്നെ നിൽക്കാൻ പറ്റാത്തിടത്തോളം കാലത്തോളം ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാനുള്ള ചാൻസ് വളരെയധികം പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി അപ് ടു നിങ്ങളുടെ തീരുമാനമാണ്. കാരണം നിങ്ങളാണ് ഓരോ സിറ്റുവേഷനിൽ സഫർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തിരിച്ചു വന്നാൽ ആക്സെപ്റ്റ് ആക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ നല്ലൊരു റിഗ്രറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളൊന്ന് മാറി നിന്നപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാകുന്നത്, നിങ്ങൾ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ എനർജി പ്രകാരം കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇതിന് മുന്നേയും വേറെ എനർജി ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ അപ്പോഴൊന്നും തോന്നാത്ത ഒരു തരം അട്രാക്ഷൻ നിങ്ങളോട് തോന്നുന്നു. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇല്ല ഇവർ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസാണ്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ടൈമിൽ ഒരുപാട് മിസ്സിങ് എനർജി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും അല്ല ഇപ്പം നോക്കുന്നത്. കാരണം നിങ്ങളോട് ഉടക്കിപ്പോയ ഒരു പേഴ്സൺ തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് ഉടക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണോ, അല്ലെങ്കിൽ ഇതിന് നിങ്ങളായിരിക്കാം ഒരു റിലേഷൻഷിപ്പിൽ കീപ്പപ്പ് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് അത്രയും ആ ഒരു വ്യക്തിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് ആ ഒരു പേഴ്സൻ്റെ പിന്നാലെ പോയിട്ടുണ്ടാവുക എന്നുള്ള എനർജിയിലേക്ക് കാണിക്കുന്നുണ്ട്.
ഇപ്പോൾ ആ ഒരു പേഴ്സണെ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പരിഗണന കിട്ടാത്ത സമയത്ത് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ പണ്ടത്തെ പോലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വന്നിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നിങ്ങൾ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാതെ കുറേ ആയിട്ടുണ്ടാകാം, എങ്കിൽ പോലും ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരികയാണ്. നമ്മളിപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളിപ്പം ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ്ലി നമ്മളൊരു ടെലിപ്പത്തിക് മെസ്സേജ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണ് അല്ലേ. കാരണം ആ ഒരു വ്യക്തി അപ്പോഴാണ് നിങ്ങൾക്കും അതുപോലെയുള്ള ഒരു മെസ്സേജസ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള തോട്ട് നിങ്ങളുടെ മൈൻഡിലും വരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം നിങ്ങളാണ് കലഹിക്കുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും വഷളാവാൻ കാരണം നിങ്ങളാണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്ലെയിമിങ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പേഴ്സൺസ് ആണ് നിങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒന്നും രണ്ടും ഒന്നും അല്ല, ഒരുപാട് തരത്തിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതൊന്നും വിചാരിക്കാതെ ഇല്ല, ഇത് എൻ്റേതാണ് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും ആദ്യമൊക്കെ നിങ്ങൾ അതൊന്നും വലിയ കാര്യമായിട്ട് മാനിച്ചിട്ടുണ്ടാവില്ല. പിന്നെ പോകെ പോകെ നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം പലരും ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ പേരിൽ കുറച്ചൊന്ന് നോ കോണ്ടാക്റ്റ് പോലെ വെച്ചത്. കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് അല്ലെങ്കിൽ അവരായിട്ട് ഒരു നോ കോണ്ടാക്റ്റ് പോലെ ഒരു ക്ലാരിറ്റി തരാത്ത രീതിയിൽ അതിലൊക്കെ ആ ഒരു വ്യക്തി വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം, പക്ഷേ അത് ചെയ്ത സമയത്ത് വ്യക്തിക്ക് ഒരു വലിയ ഒരു തരം സന്തോഷമായിരുന്നു. കാരണം നിങ്ങളെ ഹേർട്ട് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്ന പേഴ്സൺസ് ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാരക്ടറുള്ള പേഴ്സൺ, എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ അങ്ങനെ കാണിക്കുന്നുണ്ട്. പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ കാർഡ്സും ക്ലാരിഫൈ ചെയ്യുന്നത് ആ ഒരു റിഗ്രറ്റിംഗ് എനർജിയാണ്. അതുപോലെ തന്നെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ന്യൂ എനർജീസാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡാണ് നമുക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ദ 5 ഓഫ് കപ്സ് നിങ്ങൾ ഈ ഒരു കാർഡ് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ഒരു വ്യക്തി മറിഞ്ഞു പോയ കപ്പ് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് 2 കപ്പ് ഓൾറെഡി ഉണ്ട്, പക്ഷെ വ്യക്തിയുടെ നോട്ടം എവിടെയാണ്, വ്യക്തിയുടെ ശ്രദ്ധ ആ ഒരു മറിഞ്ഞു പോയ കപ്പിനെ ഓർത്തൊരു റിഗ്രറ്റിംഗ് എനർജിയാണ് അല്ലേ. അതുപോലെയാണ് ആ ഒരു പേഴ്സൺ എന്ത് തന്നെ ലൈഫിൽ ആരൊക്കെ അല്ലെങ്കിൽ വേറൊരാളുടെ അഭിപ്രായത്തിൻ്റെ പുറത്ത് നിങ്ങളെ ചിലപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, ഇപ്പോഴതിനെക്കുറിച്ച് ഓർത്ത് റിഗ്രറ്റ് അടിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തോട്ടൊക്കെ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി ആയിട്ടുള്ള പേഴ്സണൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി വളരെയധികം അപ്പുറത്തുള്ള ആളുമായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ അടിയും പിടിയും കൂടുക എന്നൊക്കെ പറയില്ലേ, കലഹമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ തന്നെയായിരുന്നു നല്ലത് എന്നുള്ളൊരു തിരിച്ചറിവാണ് അവിടെ ഉണ്ടാവുന്നത്. അവരൊരു കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റമല്ല അത് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടൈമിൽ വല്ലാതെ അങ്ങ് മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ പേരിൽ ആ ഒരു വ്യക്തി ഇങ്ങോട്ട് വരികയാണ്. കാരണം നിങ്ങളെന്ന് പറയുന്നത് അത്രയും ആ ഒരു വ്യക്തിയെ ടോളറേറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു, ക്ഷമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകയൊക്കെ കണ്ട് നിൽക്കുന്ന കൂട്ടരായിരിക്കാം, അത്രയും ക്ഷമിച്ച ഒരു കാലഘട്ടങ്ങളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോകെ പോകെ അത്രയും നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ആയിരിക്കാം അന്ന് ആ ഒരു വ്യക്തിയിൽ. എന്നാൽ ഇന്ന് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട് ചെയ്തു പോയതൊക്കെ കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളെ കണ്ടെന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇൻഡയറക്റ്റ്ലി ആ ഒരു വ്യക്തിയുടെ എനർജി ആഗ്രഹിക്കുകയാണ് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തുകൊണ്ടോ വ്യക്തി ഇപ്പോൾ വളരെയധികം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഒറ്റയ്ക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു, നിങ്ങളോട് ചെയ്തു പോയത് വളരെ തെറ്റാണെന്ന് ഓർക്കുന്നു, അങ്ങനെയുള്ള എനർജിയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദെയർ ആക്ഷൻ, നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ദ സ്റ്റാർ കാർഡ്, ദ ഹെർമിറ്റ് കാർഡ്. ഓക്കെ,
ഇത് 10 ഓഫ് പെൻറ്റക്കിളാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഒരു ഹോപ്പ് ആ ഒരു വ്യക്തി വെക്കുകയാണ്. കാരണം ഇൻഡയറക്റ്റ്ലി നിങ്ങളായിട്ട് ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ഇടയ്ക്ക് ആഗ്രഹിച്ച് പോകുന്നുണ്ട്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം അത്രയും ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരുന്നു, അതുപോലെ തന്നെ മനസ്സിലാക്കിയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് എന്നുള്ള കാര്യം വരുന്ന സമയത്ത് ആദ്യം ആ ഒരു വ്യക്തി ഓർക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖം തന്നെയാണ്. കാരണം ഒരുപാട് തെറ്റുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവാം, ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ടാകാം. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും അല്ല, നമുക്ക് ദ 4 ഓഫ് സോഡ് റിവേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിരുന്ന ഒരു പേഴ്സണിൽ നിന്നും കംപ്ലീറ്റ്ലി ഒരു റിവേഴ്സ് എനർജിയാണ്. അതായത് ഇപ്പോൾ വിചാരിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇടയിൽ ഉണ്ടാവേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഹോപ്പ് ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ പേഴ്സൺ ഈ നിങ്ങളുമായിട്ടൊരു ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഫാമിലി, ചിലപ്പോൾ നിങ്ങൾ ഒരു ഫാമിലിയൊക്കെ ആയിട്ടുള്ള പേഴ്സണൊക്കെ ആയിരിക്കാം, ഒരു കുട്ടികൾ, അതുപോലെ തന്നെ അങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലീനെ കാണിക്കുന്ന കാർഡാണ് ദ 10 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ഒരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഫാമിലി, അതായത് നിങ്ങൾ, നിങ്ങളുടെ ഫാമിലി, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതിനെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം, അതേപോലെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു സ്ത്രീ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ജെന്യൂൺ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അതെന്ന് വെച്ചാൽ ഇപ്പം വൺ മാൻ വൺ ഗേൾ എന്നൊക്കെ പറയുക, വൺ മാൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ എടുത്ത് കാണിക്കുന്ന അവരാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങൾ, ഒരുപാട് സഫർ ചെയ്ത ഒരുപാട് ആൾക്കാരെയാണ് കാണിക്കുന്നത്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് നിങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഫോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അന്നൊന്നും ആ ഒരു വിലയൊന്നും മനസ്സിലാക്കാതെ അതൊക്കെ നേരം പോക്ക് ആ ഒരു എനർജിയിൽ കണ്ട പേഴ്സണിൽ നിന്ന് ഇപ്പോൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളെടുത്ത എഫേർട്ടിനെ കുറിച്ചാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ബെഗ് ചെയ്തിട്ടുണ്ടാകും, ആ കാര്യങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, മനസ്സിലത്ര കള്ളൊന്നും ഇല്ലാത്തൊരു പേഴ്സണാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൺ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ കാണിക്കാനുള്ള കാരണവും അതുതന്നെയാകാം. നമുക്ക് നോക്കാം, പേഴ്സൺ നിങ്ങളെ എന്നും ഓർക്കാറുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഓൾറെഡി നമുക്കൊരു ഉത്തരം കിട്ടി, ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എഗെയിൻ ദ സ്റ്റാർ കാർഡ്. ഓക്കെ, ദ 10 ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, എപ്പോഴാണ് ഓർക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ഒരു പേഴ്സൺ ഒരു ഫാമിലി കൈൻഡ് ഓഫ് ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഫാമിലി കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ കാണിക്കുക, ഒരു ഫാമിലിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഈവൻ്റൊക്കെ കാണുമ്പോൾ ആ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും നമുക്ക് എടുത്തു പറയാനുള്ളത് ഒരു ഹോപ്പ് തന്നെയാണ്. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ എൻഡപ്പായി പോകുന്നില്ല എന്നുള്ള ആ ഒരു വ്യക്തിയുടെ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്നുള്ള രീതിയിൽ പലരെയും സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ ഓർത്തിട്ടുള്ള അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നോർമലി നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഫാമിലിയൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയാം. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ എപ്പം പറയുന്ന പോലെ റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം വാല്യൂ ഉള്ള വുമനാണ്, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സണാണ്, ഭയങ്കര ജെന്യൂനാണ് എന്നുള്ള രീതിയിൽ വ്യക്തിക്കറിയാം. ആ ഒരു ജെന്യൂനിറ്റീൻ്റെ പേരിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവുക. കർമ്മ ഇസ് ദ റിയൽ, അല്ലെങ്കിൽ കർമ്മ ഇസ് ദ ബൂമറാങ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നതും ഈ ഒരു രീതിയിലാണ്. കാരണം നിങ്ങളുടെ ജെന്യൂനിറ്റിക്കാണ് അല്ലെങ്കിൽ അന്ന് അവർ അല്ലെങ്കിൽ വിലയിട്ടത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ഒരിക്കൽ നിങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള ടൈമിൽ ആ ഒരു വ്യക്തി ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിമാനമൊക്കെ, അല്ലെങ്കിൽ അടിയറവ് വെച്ച്, അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയ ഒരുപാട് സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു പേഴ്സൺ. എന്നിരുന്നാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വിട്ടിട്ട് ഒരിക്കലും മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. ഇപ്പോൾ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഹാപ്പിനെസ്, ഇതൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു വ്യക്തിയാണ്
സത്യത്തിൽ യഥാർത്ഥത്തിൽ തോറ്റുപോയത് നിങ്ങളുടെ മുന്നിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയൊക്കെ വ്യക്തിയുടെ മൈൻഡിലുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇൻഡയറക്റ്റ്ലി നിങ്ങളുടെ ഹാപ്പിനെസ് ആ ഒരു വ്യക്തി, കുറച്ച് പേരുടെ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. എല്ലാവരുടെയും അല്ല, കുറച്ച് പേരുടെ മാത്രം എടുത്ത് കാണിക്കുന്ന ഒരു എനർജി. ഒരു ഫാമിലിയൊക്കെ ആയിട്ടുള്ള പേഴ്സൺസൊക്കെ ആണെങ്കിൽ ഇത് ജനറൽ എനർജിയാണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ടാണ് കുറച്ച് എടുത്ത് കാണിക്കുന്ന എനർജീസ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്റ്റാർ കാർഡ്. ദ 4 ഓഫ് വാൻഡ്സ്. ഓക്കെ, കുറച്ച് പേരെ സംബന്ധിച്ച് ഇവിടെ ഒരു മാരേജ് പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ ബാലൻസ് ആവില്ല എന്നുള്ള രീതിയിൽ നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും വിചാരിക്കുന്നുണ്ടാവും. കാരണം എന്തിൻ്റെ ബേസിലാണ് ഞാൻ ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യുക, ഇനി വന്നാലും ഈ ഒരു പേഴ്സണെ എങ്ങനെ ചതിക്കില്ല അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞ് പറ്റിക്കില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കുന്നതൊക്കെ ചോദിച്ച് നിങ്ങൾ രണ്ട് ഡബിൾ മൈൻഡിൽ നിൽക്കുന്നുണ്ടാവും, ഒരു ക്ലാരിഫിക്കേഷന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എന്ത് തെറ്റിൻ്റെ പേരിലാണോ നിങ്ങൾ ആ ഒരു അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഉപേക്ഷിച്ച് പോയത് എന്നുള്ള രീതിയിൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് വെറുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും പറ്റില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ റെഡി ടു മൂവ് ഓൺ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതൊരിക്കലും ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ എനർജി നോക്കാം. ഓക്കെ, കുറച്ച് ആൾക്കാർ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ആ ഒരു പേഴ്സണുമായിട്ട് ഷെയർ ചെയ്ത് എനിക്ക് ആ ഒരു പേഴ്സൺ അല്ലാതെ വേണ്ട എന്നുള്ള രീതിയിൽ, അത് ആ ഒരു പേഴ്സൺ എന്തും ചെയ്തോട്ടെ, പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു വ്യക്തി വേണ്ട. കുറച്ച് ആൾക്കാർ ക്ലാരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്ത കുറച്ച് ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മൂവ് ഓൺ ചെയ്യണം എന്ന് വിചാരിച്ച് പോകുന്ന കുറച്ച് പേരെയും ഇവിടെ കാണാൻ വേണ്ടി, ഇത് 3 സെറ്റ് ഓഫ് ആൾക്കാരും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനൊരു ഡിവൈൻ ടൈമിങ്ങിനെ ഓർത്ത് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു മാറ്റം അല്ലെങ്കിൽ ഉണ്ടായിട്ട് വരട്ടെ എന്നുള്ള രീതിയിലുള്ള പേഴ്സൺസും എൻ്റെ ഈ റീഡിങ് കാണുന്നുണ്ടാകാം. ഓക്കെ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. കുറച്ച് ആൾക്കാർ ഡിവൈൻ ടൈമിങ്ങിനൊന്നും അല്ലെങ്കിൽ ഡിവൈൻ ടൈമിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ കുറിച്ച് ഇനി ഓർത്താൽ എനിക്ക് കൂടുതൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു ഡയറക്ഷനിലേക്ക് ചിന്തിക്കാതെ കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ തന്നെയാണ് ഡോമിനൻ്റായിട്ട് നിൽക്കേണ്ടത്, ഞാൻ തന്നെയാണ് പ്രധാനം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ നിൽക്കുന്നത്. ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തേക്ക് എപ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അത്രയൊക്കെ നിങ്ങൾക്കാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ തമ്മിലും ഭേദം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫ്യൂച്ചറിലുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ വായിക്കാൻ വേണ്ടി പറ്റുന്നത്. അല്ല എന്ന് പറയുന്ന മറ്റേ വെയിറ്റിംഗ് എനർജി ഉള്ളവരും ഉണ്ട്, ബട്ട് സ്റ്റിൽ കുറേ ആൾക്കാരുടെ എനർജി ഇപ്പോൾ അങ്ങനെയും കാണിക്കുന്നുണ്ട്. അതായത് ഡിവൈൻ ടൈമിങ്ങിൽ ഒരിക്കലും ഞാൻ ആ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് എനിക്ക് എൻ്റെ എനർജി വളരെ എനിക്ക് ഡിസേർവ് ചെയ്ത ആൾക്കാർക്കുള്ളതാണ് എന്നുള്ള കോൺസെപ്റ്റിൽ വെച്ച് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം പലരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു എനർജിയും കൂടി കിട്ടുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ടാരറ്റ് ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, which will guide me. What is the tarot guidance? 10 10 10. The 5 of wands ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടതായിട്ട് വരും. കാരണം ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധാരണ നിങ്ങളുടെ ഇടയിലുണ്ട്. നേരെ മറിച്ച് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റുക. അതുപോലെ തന്നെ ഫാമിലി സൈഡിൽ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് പ്രഷർ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു
പേഴ്സണെ കുറിച്ച് അറിയുന്നവരും ഉണ്ടാകും, അറിയാത്തവരും ഉണ്ടാകാം. അതായത് ഭയങ്കര സീക്രട്ടായിട്ട് കൊണ്ട് നടക്കുന്നവരും ഉണ്ടാകും. അതുപോലെ തന്നെ മാരേജൊക്കെ കഴിഞ്ഞൊരു ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായവും കൂടി അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, മുൻതൂക്കം കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. പിന്നീട് അവർ പറഞ്ഞു എന്നുള്ള രീതിയിൽ റിഗ്രറ്റ് അടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരരുത് എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് അഭിപ്രായം എങ്ങനെയും പറയാം, പക്ഷേ അതിലൊരു ഡിസിഷൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഹാപ്പിനെസ്, നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനാണോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ്, അതായത് പ്രോസ്പെറിറ്റി എന്നുള്ള കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അതിന് മുന്നോട്ട് എന്ന് വെച്ചാൽ അത് മാത്രം ആവരുത് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാൻ പറ്റുമെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ ഈ ഇതിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ കൊണ്ടുവരാതെ മാക്സിമം നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കാൻ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.